യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, ഇത്രയും ടേംസും അതിൻ്റെ യൂണിറ്റ്സും റിലേഷൻസും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സർക്കുലർ മോഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷനുണ്ട്. വൺ ഈസ് സെൻട്രിപെറ്റൽ. ഒരു സർക്കിൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ സർക്കിളിൻ്റെ ടുവേർഡ്സ് ദ സെൻറ്റർ ആണ് ഒരു മോഷൻ ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ടുവേർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ ദറ്റ് ഇസ് കോൾഡ് സെൻട്രിപെറ്റലും. ഇഫ് ദ മോഷൻ ഈസ് എവേ ഫ്രം ദ സെൻറ്റർ ദറ്റ് ഇസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ ഉണ്ട്. സെൻട്രിപെറ്റൽ സർക്കുലർ മോഷനും സെൻട്രിഫ്യൂഗൽ മോഷനും. നമുക്ക് ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. 2-dimensional മോഷൻ എക്സാമ്പിളാണ് സർക്കുലർ മോഷൻ. അതിനകത്ത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ് നമ്മൾ വെക്റ്റർ വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് വരാം. സർക്കുലർ മോഷൻ വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റിനെ സർക്കിളിൻ്റെ രണ്ട് പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആദ്യത്തെ പൊസിഷൻ P, രണ്ടാമത്തെ പൊസിഷൻ Q. ഇത് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൊസിഷൻ വെക്റ്റർ വരയ്ക്കണം. പൊസിഷൻ വെക്റ്റർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒറിജിൻ എവിടെയാണോ ആ ഒറിജിനിൽ നിന്ന്, ഒറിജിൻ സെൻറ്ററാണ്, സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് വെക്റ്റർ ആ പൊസിഷനിലേക്ക് മാർക്ക് ചെയ്താൽ പൊസിഷൻ വെക്റ്ററായി. അടുത്ത പൊസിഷൻ Q ആണ്. സോ ഒറിജിനിൽ നിന്ന് ക്യൂവിലേക്ക് അടുത്ത ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓരോ സമയത്തെ പൊസിഷൻ വെക്റ്റേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് P എന്ന് പറയുന്ന പൊസിഷൻ വെക്റ്റർ, നമുക്കതിനെ വെക്റ്ററിനെ R എന്ന് പറയുന്ന റേഡിയസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അടുത്ത പൊസിഷൻ വെക്റ്റർ R തന്നെയാണ്, പക്ഷേ രണ്ട് പൊസിഷൻ വെക്റ്റർ ആയതുകൊണ്ട് ചേഞ്ചിന് വേണ്ടി R' എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. റേഡിയസ് സർക്കിളിന് സെയിം ആണ്, പക്ഷെ രണ്ട് വെക്റ്റേഴ്സ് ആയതുകൊണ്ട് ഒന്ന് Rഉം മറ്റേത് R' വെച്ചും ഡിനോട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ വെക്റ്റേഴ്സ് വരയ്ക്കുക. പൊസിഷൻ വെക്റ്റർ വരച്ചാൽ ഒരു പോയിന്റിലെ വെലോസിറ്റി വെക്റ്റർ മാർക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ ആ പോയിന്റിനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. Q എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്തെ വെലോസിറ്റി വെക്റ്റേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. V ആൻഡ് V'. V എന്ന് പറയുന്നത് R പൊസിഷൻ വെക്റ്ററിൻ്റെ വെലോസിറ്റി വെക്റ്റർ, V' എന്ന് പറയുന്നത് R' എന്ന് പറയുന്ന പൊസിഷൻ്റെ വെലോസിറ്റി വെക്റ്റർ. ഇനി നമുക്ക് വെലോസിറ്റി വെക്റ്റേഴ്സ് കിട്ടിയാൽ ഹൗ വി വിൽ ഡ്രോ ദ ആക്സിലറേഷൻ വെക്റ്റർ. വെലോസിറ്റിയുടെ റിസൾട്ടൻ്റ് ആണ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് ഈ രണ്ട് വെലോസിറ്റി വെക്റ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. വിയും ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ വെച്ചിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ് V'. ദിസ് ഇസ് V വെക്റ്റർ. എത്ര ആംഗിൾ മാറിയാണോ അത്രയും തന്നെ V' നമ്മൾ മാർക്ക് ചെയ്യുന്നു. V'. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് നമുക്ക് ആക്സിലറേഷൻ വെക്റ്റർ തരിക. ആക്സിലറേഷൻ വെക്റ്റർ അല്ലെങ്കിൽ ഡെൽറ്റ V. ദിസ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ. ആക്സിലറേഷൻ ഡെൽറ്റ വിയുടെ ഡയറക്ഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. സച്ച് ടൈപ്പ് ഓഫ് ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇവിടെ നമുക്കൊരു പൊസിഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ മാർക്ക് ചെയ്യണമെങ്കിൽ R'-നെയും അക്രോസ് ആയിട്ട് ഒരു റിസൾട്ടൻ്റ് മാർക്ക് ചെയ്താൽ മതി, ഡെൽറ്റ R. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ V ബൈ ഡെൽറ്റ T ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. സോ ഡെൽറ്റ V ഇറ്റ്സ് ആക്ടിങ് towards the center, radially inwards.
സർക്കിളിൻ്റെ അകത്തേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ദ ആക്സലറേഷൻ ഈസ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മൾ സർക്കുലർ മോഷനാണ് പറയുന്നത്. സർക്കുലർ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് പി എന്ന് പറയുന്ന പൊസിഷനിൽ ആദ്യം ഇരിക്കുന്നു, ക്യൂ എന്ന് പറയുന്ന പൊസിഷനിൽ രണ്ടാമതിരിക്കുന്നു. അങ്ങോട്ടേക്കുള്ള പൊസിഷൻ വെക്റ്റർ ഒ പി, ക്യൂവിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ ഒ ക്യൂ. അവിടുത്തെ ഈ രണ്ട് പൊസിഷൻ വെക്റ്റേഴ്സിൻ്റെ റിസൾട്ടൻ്റ് മാർക്ക് ചെയ്താൽ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു വെക്റ്റർ മാർക്ക് ചെയ്താൽ മതി. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡെൽറ്റ ആർ. ഇത് ആർ ആണെങ്കിൽ, ഇത് ആർ ഡാഷ് ആണെങ്കിൽ, ആ നടുക്ക് കിട്ടിയ മൂന്നാമത് കിട്ടിയത് ദാറ്റ് ഇസ് ഡെൽറ്റ ആർ. ഡെൽറ്റ ആർ നമുക്ക് നടുക്ക് മൂന്നാമത് കിട്ടിയ ലൈൻ. ഇനി ഈ വെലോസിറ്റി വെക്ടറിൽ നിന്ന് യു ഹാവ് ടു ഡ്രോ ദ ആക്സിലറേഷൻ വെക്ടർ. അതിനു വേണ്ടി വെലോസിറ്റി വെക്ടേഴ്സിനെ നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. രണ്ട് വെലോസിറ്റി വെക്ടേഴ്സും രണ്ടിൻ്റെയും ടെയിൽസ് നമ്മൾ അടുപ്പിച്ച് വരച്ചു. അതായത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. വെലോസിറ്റി വെക്ടേഴ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് വി, ഇത് വി ഡാഷ്, ഈ ആരോ വി, ഇത് വി ഡാഷ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യാൻ വിയിൽ നിന്ന് വി ഡാഷിലേക്കാണ് ചേഞ്ച് നടന്നത്. അപ്പോൾ ആരോ അങ്ങോട്ട്. സോ ദിസ് റെപ്രസെൻറ്റ്സ് ദ delta v, change in velocity that is acting towards the center. That type of acceleration is called centripetal acceleration. ഇത്രയാണ് ഫിഗർ. ഈ ഫിഗറിൽ നിന്ന് വേണം നമുക്ക് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. വൺ ഈസ് വിത്ത് പൊസിഷൻ വെക്ടർ, ഒരു ട്രയാങ്കിൾ ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഒന്ന് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയ വെലോസിറ്റി വെക്ടർ കൊണ്ടുള്ള ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. രണ്ട് ട്രയാങ്കിൾസ് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. ഈ രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ആർ ഡാഷ് ഫ്രം ദ ഒറിജിൻ O. If it is making an angle delta theta, their resultant or the displacement can be indicated by delta r. ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആറിൻ്റെ പെർപെൻഡിക്കുലറായ വിയിൽ നിന്നും ആർ ഡാഷിൻ്റെ പെർപെൻഡിക്കുലറായ വി ഡാഷിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രയാങ്കിളാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഡെൽറ്റ വി. ദിസ് ഇസ് ബി, this is b dash, and this is delta v. ഈ രണ്ട് triangles, one is the position triangles and the other is the velocity triangles. ഈ രണ്ട് triangles നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആറിൻ്റെ പെർപെൻഡിക്കുലർ ആണ് വി, ആർ ഡാഷിൻ്റെ പെർപെൻഡിക്കുലർ ആണ് വി ഡാഷ്. ഓർ യു ക്യാൻ സേ ഡെൽറ്റ ആറിൻ്റെ പെർപെൻഡിക്കുലർ ആണ് സൈഡാണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഒന്നിൻ്റെ പെർപെൻഡിക്കുലറിൽ നിന്ന് ഫോം ചെയ്ത കാരണം ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് റേഷ്യോ നമുക്ക് സെയിം ആണെന്ന് പറയാൻ പറ്റും. ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് റേഷ്യോ സെയിം ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മൾ എഴുതുകയാണ് ഡെൽറ്റ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ സൈഡ് ഏതാണ്? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് എടുത്തെഴുതാം. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഒന്ന് റീഅറേഞ്ച് എഴുതുകയാണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഈ ഡെൽറ്റ ആറിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡിങ് ദ ബോത്ത് സൈഡ്സ് ബൈ ഡെൽറ്റ ടി. രണ്ട് സൈഡിനെയും ഡെൽറ്റ ടി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും ഡെൽറ്റ ടി വന്നു, ഇവിടെയും ഡെൽറ്റ ടി വന്നു. വാട്ട് ഈസ് വെലോസിറ്റി ബൈ ടൈം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താണ്? ആക്സിലറേഷൻ എ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറി?
acceleration is equal to v by r into what is time rate of change of position? Velocity. So you get acceleration ഒരു equation നമുക്ക് കിട്ടുകയാണ്. A is equal to മുകളിൽ 2v ഉണ്ട്, v into v, that is v square by r. This is the equation for the magnitude of centripetal acceleration. ഇനി നമുക്ക് ആംഗുലാർ വെലോസിറ്റിയുടെ ടേംസിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ പഠിച്ചു റിലേഷൻ വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഞാനിവിടെ സ്മോൾ ലെറ്റർ ആർ ആയിരുന്നു ഇട്ടിരുന്നത്, ഇങ്ങോട്ട് വന്നപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ ഇട്ടെന്നേ ഉള്ളൂ. യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് സ്മോൾ ലെറ്റർ ഇറ്റ് സെൽഫ്. അത് നമ്മൾ റേഡിയസ് സ്മോൾ ലെറ്റർ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ റേഡിയസും നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കണം. വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ. ഒരാറും സ്ക്വയറൂടെ ക്യാൻസൽ ആവും. യു ഗെറ്റ് എ ഇസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ ഇഫ് സ്മോൾ ലെറ്റർ ആർ ഇസ് ദ റേഡിയസ്. അപ്പോൾ in terms of linear velocity you can write acceleration or centripetal acceleration A is equal to v square by r, and in terms of angular velocity you can write A is equal to r omega square. Important ആണ് ഈ derivation. Okay.